Hello friends, welcome to Mechanical Engineering Solutions. നമ്മളിപ്പം ഹീറ്റ് ട്രാൻസ്ഫറിന്റെ രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക HPCL എക്സാം ആണെങ്കിൽ HAL എക്സാം ആണെങ്കിൽ ISR എക്സാം ബെൽ ബാർക്ക് അങ്ങനെ പറഞ്ഞ ഒരുവിധം എല്ലാ PSCയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസിന്റെ ടോപ്പിക്കുകളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്, കംപ്ലീറ്റ് എന്താ പറയുക ഹീറ്റ് ട്രാൻസ്ഫറിന് കംപ്ലീറ്റ് ആയി എന്ന് പറയില്ല, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിന് കംപ്ലീറ്റ് ആയി എന്നല്ല. നമുക്ക് ഓൾറെഡി ഇപ്പം തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, FM, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഇത്രയും സബ്ജക്റ്റിന്റെ രണ്ട് പാർട്ട് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 20 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ സെക്ഷനിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മാക്സിമം കവർ ചെയ്ത് ബാക്കിയുള്ള ടോപ്പിക്കുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ജോബിൻ്റെ കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലോ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാൻ ഞാൻ അതിനനുസരിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. When heat is transferred from one particle of a hot body to another by actual motion of the heated particle. അപ്പോൾ ആക്ച്വൽ മോഷൻ ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളിപ്പം ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യം, കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, പിന്നെ റേഡിയേഷൻ. 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചു. കണ്ടക്ഷൻ അകത്ത് ബൈ സോളിഡ് മീഡിയത്തിൻ്റെ അകത്ത് പാസ് ചെയ്യുന്നു. മറ്റേത് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ അകത്ത്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അല്ലെ മൂവിങ് പാർട്ടിക്കിൾ. റേഡിയേഷനകത്ത് നോ മീഡിയം ഈസ് റിക്വയർഡ്. ഓക്കെ, അപ്പൊ 3 ഇതാണ് ഇതിന്റെ സ്പെഷ്യലൈസേഷൻ. അതായത് കണ്ടക്ഷൻ ത്രൂ സോളിഡ് ആണെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നു, ത്രൂ ഫ്ലൂയിഡ് അതായത് ഫ്ലോയിങ് മൂവിങ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന് കൺവെക്ഷൻ എന്ന് പറയുന്നത്, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം ഇല്ലാതെ, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ മീഡിയം വി ക്യാൻ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം വൺ ബോഡി ടു അനദർ. അതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഫർ ഓഫ് വൺ പാർട്ടിക്കിൾ ഓഫ് ഹോട്ട് ബോഡി ടു അനദർ ബൈ ദ ആക്ച്വൽ മോഷൻ ഓഫ് ദ ഹീറ്റഡ് പാർട്ടിക്കിൾ. അപ്പോൾ ആക്ച്വൽ മോഷൻ ഓഫ് ഹീറ്റഡ് പാർട്ടിക്കിൾ അപ്പം ഏതായിരിക്കും? കൺവെക്ഷൻ. ഓപ്ഷൻ ബി കൺവെക്ഷൻ. ബാക്കിയുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട. കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, ലിക്വിഡ് സ്റ്റേഷനറിയിൽ വരുന്ന കാര്യമാണ്. കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ, അഡ്വെക്ഷൻ എന്ന് പറഞ്ഞ കേസൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ് ഉള്ള കാര്യം, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് കൂടുതൽ എക്സാമിന് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ എമിസീവ് പവർ ഓഫ് ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ amount of radiation emitted by a black body per unit time ആണ്. ഓക്കെ, അതായത് ടോട്ടൽ എമിസീവ് പവർ ഈക്വൽ ടു ടോട്ടൽ റേഡിയേഷൻ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ടൈം. ഓക്കെ, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മളിപ്പം എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ ഇ ഡിവൈഡഡ് ബൈ EB എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് എമിസിവിറ്റി, ടോട്ടൽ എമിസീവ് പവർ ഓഫ് എ റിയൽ ബോഡി, ഇത് റിയൽ ബോഡിയും മറ്റേത് EB എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോഡി. അതായത് നമ്മുടെ ബ്ലാക്ക് ബോഡീനെ അപേക്ഷിച്ച് എത്രത്തോളം ഹീറ്റ് അതിൻ്റെ അകത്ത് എന്താ പറയുക റേഡിയേഷൻ സംഭവിക്കുന്നുണ്ടെന്നുള്ള കൺസെപ്റ്റ് ആണ് എമിസിവിറ്റി എന്ന് പറയുന്നത്. എമിസിവിറ്റി എപ്സിലോൺ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് ആർ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഓഫ് ഏത് ടൈപ്പാണ്? നമുക്കിപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളിപ്പം ഒരു പൈപ്പിനകത്തുള്ള ഫ്ലോ ഉണ്ട്. ഓക്കെ, ആ പൈപ്പിനകത്തുള്ള ഫ്ലോ ഉണ്ട്. സെയിം സാധനം നമുക്ക് 2 ടൈപ്പായിരിക്കാം. 3 കേസ് എടുത്തു നമ്മൾ. ഓക്കെ, 3 കേസ് എടുത്തു. ഇതിനകത്ത് ഫസ്റ്റ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഒരു ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. നേരെ അതേ ഡയറക്ഷനിൽ തന്നെ ഒരു ഫ്ലൂയിഡും കൂടി പുറത്തൂടെ, അതായത് ഒന്ന് പുറത്തുള്ള ട്യൂബും ഒന്ന് അകത്തൂടെ ഫ്ലോ, 2 ടൈപ്പ് ഫ്ലോ. അത് ഇതിനകത്തൂടെ ഹോട്ട് ഫ്ലൂയിഡ് ആണെങ്കിൽ പുറത്തൂടെ പോകുന്നത് കോൾഡ് ആയിരിക്കും. ഓക്കെ, ഇതിനെ പാരലൽ ഫ്ലോ എന്ന് പറയുന്നത്. സെയിം ഡയറക്ഷനിലാണ് 2 ഫ്ലോ, അതായത് ഇൻസൈഡ് ദ ട്യൂബും ഔട്ട്സൈഡ് ദ ട്യൂബും സെയിം ഡയറക്ഷനിൽ. ഇതൊരു പൈപ്പാണ്, ആ പൈപ്പിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിനെ പാരലൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസൈഡ് ഇങ്ങനെ ഫ്ലോ ഈ ഡയറക്ഷനിലും ഔട്ട്സൈഡ് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതിനെ കൗണ്ടർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് ഇങ്ങോട്ട് പോകും, കോൾഡ് ഫ്ലൂയിഡ് ഇങ്ങോട്ട് പോകും. അപ്പം ഈ ഒരു കേസ് വരുമ്പോൾ ഇതിനെക്കാട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ഇത് ഹീറ്റ് ട്രാൻസ്ഫർ 1, ഹീറ്റ് ട്രാൻസ്ഫർ 2. ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷൻ, ഇത് ഒരു ഫ്ലോ ഇങ്ങനെയാണ്, അടുത്ത ഫ്ലോ ഇങ്ങനെയാണ് വിചാരിക്കുക. അതായത് ഇതിന് നേരെ ക്രോസ് ആയിട്ട്, അതിനെ ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ കൺസെപ്റ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട, ക്രോസ് ഫ്ലോ എന്ന് പറയുന്നത് ഈ രീതി പഠിക്കുക. ഓക്കെ, ഈ രീതി പഠിച്ചാൽ കൂടുതലായിട്ട് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ റേഡിയേറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത് ക്രോസ് ഫ്ലോ ടൈപ്പ്, അതായത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുന്ന രീതിയിലാണ് ഫ്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടുതൽ എന്താ പറയുക, എയറുമായിട്ട് ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് റേഡിയേറ്ററിന്റെ കൂടെ തന്നെ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോൺടാക്ട് വരാൻ വേണ്ടി തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രില്ല് ടൈപ്പ് ഉണ്ടാക്കുന്നത്. ഓക്കെ,
അപ്പം ഇതിൻ്റെ അകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നത് പാരലൽ ഫ്ലോയും കൗണ്ടർ ഫ്ലോയും കമ്പയർ ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ കൗണ്ടർ ഫ്ലോ ഗ്രേറ്റർ ദാൻ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ പാരലൽ ഫ്ലോ. ഓക്കെ, അതായത് കൗണ്ടർ ഫ്ലോയിലാണ് കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുക. രണ്ടും ക്രോസ് ആയിട്ടുണ്ട്. ഒരേ ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് അധികം എന്താ പറയുക ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല. അതായത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ അധികം കുറയുന്നില്ല. നേരെ മറിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചറിന് ഒരു ബാലൻസ്ഡ് സ്റ്റേയിലേക്ക് കോൾഡ് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കൂടും, ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കുറയും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അടുത്തത് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പം ഈ 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് ഐസ് പറയുന്നുണ്ട്. മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ സംഭവിച്ച് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം, ഈ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ 3 ഒരുമിച്ച് വരുന്നില്ല. ഓക്കെ, ഇതിനകത്ത് 3 ഒരുമിച്ച് വരുന്നത് ബോയിലർ ഫർണസിലാണ്. ബോയിലർ ഫർണസ് നിങ്ങൾ ഒറ്റ കാര്യം വയ്ക്കുക. നിങ്ങളിപ്പം സ്റ്റീം ജനറേറ്റർ അല്ലെ ബോയിലർ ആണ് വിചാരിക്കുക, സ്റ്റീം ബോയിലർ. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യും അല്ലെ, ടെമ്പറേച്ചർ ഇടും, ഹീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹീറ്റ് ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് റേഡിയേഷൻ സംഭവിച്ചു, ഇതിൻ്റെ അകത്ത് വാട്ടർ ഉണ്ടാവും അല്ലെ, ഫ്ലൂയിഡ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. റേഡിയേഷൻ സംഭവിക്കും. പിന്നെ ഈ ഒരു സർഫസിൽ എത്തുന്ന സമയത്ത് ഈ സർഫസ് ഇതൊരു കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നറിന്റെ സർഫസിന്റെ അകത്ത് ഈ ഫ്ലൂയിഡിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടക്ഷൻ വഴി. ഈ ഫ്ലൂയിഡിനകത്ത് നിന്ന് മുകളിലോട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കൺവെക്ഷൻ വഴി. ആ രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബോയിലർ എന്താണെങ്കിലും ഇപ്പോൾ സ്റ്റീം ബോയിലർ ഒക്കെ ആണെങ്കിൽ സ്റ്റീം ബോയിലർ ഫർണസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറും ഒരുമിച്ചുണ്ടാവും. ഓക്കെ, അപ്പം ഇതൊരു ഇൻഫർമേഷൻ ആണ്. അതായത് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ഈ 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ള ഒരു ഡിവൈസ് പറഞ്ഞാൽ ബോയിലർ, സ്റ്റീം ബോയിലർ എന്ന് പറഞ്ഞാൽ അല്ലെ സ്റ്റീം ബോയിലർ ഫർണസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതായിരിക്കും അതിന്റെ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് ഇൻക്രീസ് ഇൻ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ അറൌണ്ട് ദ പൈപ്പ് ഹീറ്റ് ലോസ് ടു ദ സറൗണ്ടിങ് ഡ്യൂ ടു. അപ്പം അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു പൈപ്പ് ഉണ്ട്. ഓക്കെ, ഈ പൈപ്പിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇൻസുലേഷൻ അപ്ലൈ ചെയ്തു. അതായത് അതിന്റെ ടെമ്പറേച്ചർ അധികം പോകാണ്ടിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ അപ്ലൈ ചെയ്യും. അപ്പം അതിനെന്താ ചോദിക്കുന്നത് വെച്ചാൽ വിത്ത് ദ ഇൻക്രീസ് ഇൻ തിക്നെസ് ഓഫ് ദ ഇൻസുലേഷൻ അറൌണ്ട് എ സർക്കുലർ പൈപ്പ് ഹീറ്റ് ലോസ് ടു സറൗണ്ടിങ് ഈസ് ഡ്യൂ ടു. അപ്പം സറൗണ്ടിങ്ങിലേക്കുള്ള ഹീറ്റ് ലോസ്, ഇതിന്റെ സർഫസ് കൂടെ ഹീറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട് Q. ഓക്കെ, ഈ ഹീറ്റ് ലോസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കൺവെക്ഷൻ ഇൻക്രീസസ് വേറാസ് ഡ്യൂ ടു ദ കണ്ടക്ഷൻ ഡിക്രീസസ്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കൽ തിക്നെസ്, ആ ക്രിട്ടിക്കൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്ന തിക്നെസ് ആണ്. ഓക്കെ, അവിടെ പറഞ്ഞാൽ Q കൺവെക്ഷൻ ഈക്വൽ ടു Q കണ്ടക്ഷൻ ആയിരിക്കും. ഓക്കെ, ദെയർ ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് ഇൻസുലേഷൻ കൂടുകയാണെന്ന സമയത്ത് കൺവെക്ഷൻ കൂടും. അതായത് അറ്റ്മോസ്ഫിയർ എയർ ആയിട്ടുള്ള കൺവെക്ഷൻ, നമ്മളിപ്പോൾ എന്താ പറയുക, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വരും, അതിനുശേഷം വരുന്നത് എന്താ പറയുക കൺവെക്ഷൻ ആണ്. ഓക്കെ, അറ്റ്മോസ്ഫിയർ എയർ ആയിട്ടുള്ള, അപ്പം തിക്നെസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ കൺവെക്ഷൻ കൂടും. കൺവെക്ഷൻ ഇൻക്രീസ് ചെയ്യും, കണ്ടക്ഷൻ കുറയും. ഓക്കെ, കണ്ടക്ഷൻ കുറയും. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ആൻസർ വരുന്നത്. അതായത് നമ്മൾ തിക്നെസ് കൂട്ടുക, അതായത് ഇൻക്രീസസ് ദ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ അറൌണ്ട് സർക്കുലർ പൈപ്പ് ഹീറ്റ് ലോസ് ഡ്യൂ ടു സറൗണ്ടിങ് ഈസ് ഡ്യൂ ടു കൺവെക്ഷൻ ഇൻക്രീസസ് വേറാസ് ഡ്യൂ ടു ദ കണ്ടക്ഷൻ ഡിക്രീസസ്. ഓക്കെ, നേരെ മറിച്ച് ഈ തിക്നെസ് കുറയ്ക്കുകയാണെങ്കിൽ കണ്ടക്ഷൻ കൂടും, കൺവെക്ഷൻ കുറയും. ഓക്കെ, നേരെ തിരിയും. അപ്പം തിക്നെസ് കൂടുന്നതിനനുസരിച്ച് കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. കൺവെക്റ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടാൻ കാരണം എന്താ വെച്ചാൽ സർഫസ് വരില്ല, അതായത് പുറത്ത് നമ്മളെന്താ അറ്റ്മോസ്ഫിയറിക് എയർ ആയിരിക്കും അധികം ഉണ്ടാവുക അല്ലേ. അപ്പം ഇന്നർ പോർഷനിൽ ഇതിലൂടെ ഒരു ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഈ ഹോട്ട് ഫ്ലൂയിഡിനകത്ത് സർഫസ് ടെമ്പറേച്ചറിലാണ് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുകയാണ്. അതായത് Q കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? KA ഡെൽറ്റ T ബൈ ഡെൽറ്റ X ആണ്. അപ്പോൾ ഈ X കൂടുന്നത്, അതായത് തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ഇത് കണ്ടക്ഷൻ കുറയുകയാണ് ചെയ്യുക അല്ലേ. അപ്പൊ നേരെ മറിച്ച് Q കൺവെക്ഷൻ ഇക്വേഷൻ എന്താ? HA ഡെൽറ്റ T. അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ആണ് ആ ഏരിയൻ ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമാണ്. അപ്പം പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം കണ്ടക്ഷൻ എന്തായാലും കുറയും. ആ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് കൺവെക്ഷൻ കൂടും. ഓക്കെ, നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൺവെക്ഷൻ കൂടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ലീഡ് ടു റിഡക്ഷൻ ഇൻ തെർമൽ റെസിസ്റ്റൻസ്? തെർമൽ റെസിസ്റ്റൻസ് കുറയാനുള്ള മെയിൻ ആയിട്ട് കാരണം എന്തൊക്കെയാണ്? ഇൻ കണ്ടക്ഷൻ ദ റിഡക്ഷൻ ഓഫ് തിക്നെസ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഇൻക്രീസ് ഇൻ ദ തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പം ഇതിൽ എന്താ പറയുക, ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം തിക്നെസ് കുറയ്ക്കുകയാണെങ്കിൽ ആ സർഫസിലുള്ള മെറ്റീരിയലിന്റെ തിക്നെസ് കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ തിക്നെസ് കുറയുന്ന സമയത്ത് Q കണ്ടക്ഷൻ
കൂടുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ കണ്ടക്ഷൻ അത് പറയുന്നത് റിഡക്ഷൻ ഇൻ തിക്നെസ് കുറയ്ക്കുകയാണ്. അപ്പോൾ മെറ്റീരിയൽ ഇൻക്രീസസ് തെർമൽ കണ്ടക്ടിവിറ്റി കൂടും. ഓക്കെ, അപ്പം ഇൻ കൺവെക്ഷൻ സ്റ്റിറിംഗ് ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ക്ലീനിങ് ദ ഹീറ്റിംഗ് സർഫസ്. അപ്പം അതിന്റെ ഇങ്ങനെ രീതി കാണാം. കൺവെക്ഷന്റെ കേസിൽ പറയുന്നത് ഈ സർഫസിന്റെ അകത്തൂടെ, അതായത് ഫ്ലോയിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലോയിങ് മെറ്റീരിയൽ കാരണം ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവെക്ഷൻ അല്ലെ. അപ്പോൾ ആ സർഫസ് ഒന്നും കൂടി ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്കറിയാം നമ്മൾ വീട്ടിലൊക്കെ വാട്ടറൊക്കെ വെള്ളം ചൂട് ചായയൊക്കെ നമ്മൾ ഊതി കുടിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക കുമിളകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തണുക്കും. ഓക്കെ, നമ്മൾ എന്തിനാണ് ഊതുന്നത്? അതൊരു ഒരു സ്റ്റിറിംഗ് എഫക്ട്, ഒരു അജിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഊതുന്നത്. ഓക്കെ, ഒന്ന് ഇളക്കി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തണുക്കും. അതെന്തിനാ വെച്ചാൽ ആ ഒരു എന്താ പറയുക ടർബുലൻസ് അതിൽ ക്രിയേറ്റ് ചെയ്തതിന് കൂടുതൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇൻ കൺവെക്ഷൻ സ്റ്റിറിംഗ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ക്ലീനിങ് ദ ഹീറ്റിംഗ് സർഫസ്. ആ ഹീറ്റിംഗ് സർഫസ് നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയുക ഫ്ലൂയിഡ് കൺവെക്ഷൻ കൂടും. ഓക്കെ, അതുപോലെ തന്നെ ഇൻ റേഡിയേഷൻ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ആൻഡ് റെഡ്യൂസിങ് ദ എമിസിവിറ്റി. അപ്പോൾ റേഡിയേഷൻ്റെ അത് പറഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ സിഗ്മ T⁴ ആണ്. ആ ടെമ്പറേച്ചറിനാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഓപ്ഷൻ ഒക്കെ കറക്റ്റ് ആണ് അതിൽ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ലീഡ് ടു ദ റിഡക്ഷൻ ഇൻ തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ് കുറയാന്ന് പറഞ്ഞാൽ Q ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R. തെർമൽ റെസിസ്റ്റൻസ് ആണ് ഓപ്പോസിഷൻ ഓഫ് ദി ഹീറ്റ് ട്രാൻസ്ഫർ. അങ്ങനെയാണ് റെസിസ്റ്റൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് കുറയാന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടുക. ഹീറ്റ് ട്രാൻസ്ഫർ കൂടാനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ. ഓക്കെ, അതായത് കണ്ടക്ഷൻ്റെ അകത്താണെങ്കിൽ അതിന്റെ തിക്നെസ് കുറയ്ക്കുക, അതുപോലെ തന്നെ കൺവെക്ഷൻ്റെ അകത്താണെങ്കിൽ ഒന്ന് സ്റ്റിർ ചെയ്യുക, അതിന്റെ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുക, റേഡിയേഷൻ്റെ അകത്താണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും ഹീറ്റ് ട്രാൻസ്ഫർ കൂടും. ഹീറ്റ് ട്രാൻസ്ഫർ കുറയാന്ന് വെച്ചാൽ R കുറയും, തെർമൽ RTH എന്ന് പറഞ്ഞ സാധനം തെർമൽ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആർ കറക്റ്റ്. The parameters responsible for loss of heat from hot pipe surface in a room without fan would include. നമ്മൾ പറയുന്നത് ഒരു സർഫസ് ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് ഒരു പർട്ടിക്കുലർ റൂമിൻ്റെ അകത്ത് വെച്ചാണ്, ഇത് റൂമാണ്, ആ റൂമിൻ്റെ അകത്താണുള്ളത്. ഓക്കെ, അതായത് ഫാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഒരു ഹോട്ട് പൈപ്പാണിത്. ഹോട്ട് പൈപ്പ് ചിലപ്പോൾ ഹോട്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്തെങ്കിലും കഴിയും. ഹോട്ട് പൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് ദ സർഫസ് ആൻഡ് എയർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ എത്ര നോക്കും, ഇത് ടെമ്പറേച്ചർ എത്ര, T സർഫസ് എത്ര നോക്കും, ഇവിടെ T ഇൻഫിനിറ്റി. ഓക്കെ, അതായത് അതിന്റെ റൂം ടെമ്പറേച്ചർ എത്ര നോക്കും, സർഫസിൽ ടെമ്പറേച്ചർ ഒക്കെ. ആ ടെമ്പറേച്ചർ ഹോട്ട് പൈപ്പ് ആകുന്ന സമയത്ത് എന്താ പറയുക ഹയർ ഹീറ്റിൽ ഹയർ ടെമ്പറേച്ചറിൻ്റെ അകത്ത് ലോവർ ടെമ്പറേച്ചറിനകത്തേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അത് ഓക്കെയാണ്, കറക്റ്റ് ആണ്. എമിസിവിറ്റി ഓഫ് ദ സർഫസ്. എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം amount radiation അതിനകത്ത് എമിറ്റ് ചെയ്യുന്നു പെർ യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പം എമിസിവിറ്റി നമ്മൾ എന്താ പറയാ ബ്ലാക്ക് ബോഡിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം അതിൻ്റെ അകത്ത് എന്താ എമിസീവ് പവർ അതിനുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്, അതിന്റെ എത്രത്തോളം കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ലെങ്ത്തും ഡയമീറ്ററും കൂടുന്ന സമയത്ത് അതിന്റെ സർഫസ് ഏരിയ കൂടും. ഓക്കെ, ഈ പൈപ്പ് 1 പൈപ്പ് 2 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സർഫസ് ഏരിയ അതിന്റെ ഡയമീറ്റർ കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ലെങ്ത് കൂടുന്ന സമയത്ത് അതിന്റെ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ എന്താ 5D × L ആണ് അല്ലെ. ഈ ഡയമീറ്റർ എത്രയാണ് 5D × L ആയിരിക്കും അതിന്റെ സർഫസ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ സർഫസ് തന്നെ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം അത് ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് അതും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആർ കറക്റ്റ്. അതായത് ഒരു ഹോട്ട് പൈപ്പിന്റെ മുകളിൽ നിന്ന് സർഫസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് അതിന് റെസ്പോൺസിബിൾ ആണെന്ന് പറയും. അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് ദി സർഫസും റൂമിന്റെ ടെമ്പറേച്ചറും ഉണ്ട്. അതുപോലെ തന്നെ എമിസിവിറ്റി ഓഫ് ദി സർഫസ്, ആ സർഫസിന്റെ മുകളിൽ എത്രത്തോളം ഹീറ്റ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം അതും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് ആൻഡ് ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് അത് ഏരിയ ആണ്. ഓക്കെ, ആ കൺസെപ്റ്റ് മാത്രം നോക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following expected to have a highest thermal conductivity? നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, തെർമൽ കണ്ടക്ടിവിറ്റി K. ഓക്കെ, K solid greater than K liquid greater than K gas. ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുള്ളൂ. 3-4 പ്രാവശ്യം ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് കണ്ടക്ടിവിറ്റി ആണ് ചോദിച്ചത് അല്ലേ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം K ആണ്. ഓക്കെ, അപ്പോൾ K ഏതിനാണ് കൂടുതൽ നമുക്ക് പറയാം കണ്ടക്ഷൻ അതിൻ്റെ അകത്തോടെ സോളിഡ് മെറ്റീരിയലിൻ്റെ അകത്തൂടെയാണ് കണ്ടക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഫ്ലൂയിഡിനകത്ത് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലും കണ്ടക്ഷൻ ഉണ്ടാകുന്നത്, പക്ഷേ അത് കൂടുതലും കൺവെക്ഷൻ്റെ കേസിലേക്കാണ് വരിക. ഓക്കെ, അപ്പം ഇതിനകത്ത് സോളിഡ് ആയിട്ടുള്ള പാർട്ടികൾ എന്താ, സ്റ്റീം സോളിഡ് അല്ല. ഓക്കെ, വാട്ടർ സോളിഡ് അല്ല. പിന്നെ മെൽറ്റിംഗ് ഐസ് അല്ല, മെൽറ്റിംഗ് ഐസ് അതും എന്താ പറയുക പാർഷ്യലി സോളിഡ് ആണ്, പാർഷ്യലി ലിക്വിഡ് ആണ്. പക്ഷേ സോളിഡ് ഐസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സോളിഡ് ആണ്. ഓക്കെ, അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഏരിയയിൽ കൂടുതൽ സോളിഡ് ഐസിന്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഓർത്തിരിക്കുക. അതായത് K സോളിഡ് ഗ്രേറ്റർ ദാൻ K ലിക്വിഡ് ഗ്രേറ്റർ ദാൻ K ഗ്യാസ്.
ഇനി തെർമൽ ഡിഫ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആൽഫ ഈക്വൽ ടു കെ ബൈ റോ സി. ഓക്കെ, ഇതിനകത്തുള്ള എല്ലാ സാധനവും, ഇത് തെർമൽ കണ്ടക്ടിവിറ്റി, ഇത് ഡെൻസിറ്റി, ഹീറ്റ് കപ്പാസിറ്റൻസ്, ഇതൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് ആണ്, പ്രോപ്പർട്ടീസ് ഓഫ് എ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന സാധനം ഇത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, അതായത് എല്ലാ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതുപോലെ തന്നെ ഡെൻസിറ്റി, ഹീറ്റ് ട്രാൻസ്ഫർ, ഇതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ആ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, തെർമൽ ഡിഫ്യൂസിവിറ്റി ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. എത്രത്തോളം അതിനകത്ത് ഡിഫ്യൂസ് ആവുന്നുണ്ട്, amount of radiation diffused in a body, അതാണ് ഡിഫ്യൂസിവിറ്റി, തെർമൽ ഡിഫ്യൂസിവിറ്റി. എത്ര ടെമ്പറേച്ചർ ഇതിനകത്ത് ഡിഫ്യൂസ് ആകുന്നുണ്ട്, ആ രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡയമെൻഷണൽ പാരാമീറ്റർ ആണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഡയമെൻഷൻലെസ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ നെസൽസ് നമ്പർ അല്ലെ ബയോട്ട് നമ്പർ ഒക്കെ നമുക്ക് ഡയമെൻഷൻലെസ് ആണ് പറയാൻ പറ്റും. ബയോട്ട് നമ്പർ ഒക്കെ എടുക്കുന്ന സമയത്ത് BI = HLC / K ആണ്. ഓക്കെ, HLC / K ആണ്. അത് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒറ്റ കാര്യം അറിയിക്കാം, Kന്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ. ഓക്കെ, വാട്ട് പെർ മീറ്റർ ആണ്. Hന്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ H × L എന്ന് പറഞ്ഞാൽ വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെട്ടിപ്പോയി. അപ്പം Kന്റെ അതേ യൂണിറ്റ് തന്നെ ഇവിടെ വന്നു, H × L. അതാണ് ഇവിടെ എന്താ പറയുക ബയോട്ട് നമ്പർ HLC / K സോളിഡ്. ഓക്കെ, ബയോട്ട് നമ്പർ K സോളിഡ്, നസൽസ് നമ്പർ HLC / K ഫ്ലൂയിഡ്. ഓക്കെ, ഇതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ സെക്ഷൻ ഇതിന്റെ മുമ്പേ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ആ ഒരു ടോപ്പിക്ക്, ഇത് കുറെ നമ്പറുകളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദ റേറ്റ് ഓഫ് എനർജി എമിഷൻ ഫ്രം യൂണിറ്റ് സർഫസ് ഏരിയ ത്രൂ എ യൂണിറ്റ് സോൾഡ് ആംഗിൾ അലോങ് എ നോർമൽ ടു ദ സർഫസ്. അതായത് ഒരു സർഫസിനകത്തൂടെ നമ്മളിപ്പം പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഉണ്ടാകുന്ന ആ ഒരു റേഡിയേഷൻ, അതിനാണ് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് സർഫസ് ഏരിയ ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റൻസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടോ, JI, കറണ്ട് ഫ്ലക്സ് ഡെൻസിറ്റി, ഒക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പഠിച്ചു, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞിട്ട്. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നിന്ന്. റേറ്റ് ഓഫ് എനർജി എമിഷൻ ഫ്രം എ യൂണിറ്റ് സർഫസ് ഏരിയ. ഒരു യൂണിറ്റ് സർഫസ് ഏരിയ ഉണ്ട്, ആ യൂണിറ്റ് സർഫസ് ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ് വിചാരിക്കാം. ഓക്കെ, യൂണിറ്റ് സർഫസ് ഏരിയ ത്രൂ എ യൂണിറ്റ് സോൾഡ് ആംഗിൾ. ഒരു യൂണിറ്റ് സോൾഡ് ആംഗിൾ ഉണ്ട്, അത് ഇതിന്റെ ലെങ്ത്, അതായത് സോൾഡ് ആംഗിളിന്റെ ലെങ്ത് എന്താ പറയുക യൂണിറ്റി ആയിരിക്കും. അലോങ് എ നോർമൽ ടു ദ സർഫസ്, എന്താ പറയുക ഈ സർഫസിന് നോർമൽ ആയിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും ആ ആംഗിൾ ഉണ്ടാവുക. ഓക്കെ, അതിനെ പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. മാക്സിമം ഒരു ബോഡീൻ്റെ അകത്തുനിന്ന് കിട്ടുക വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ രീതി ചിന്തിച്ചാൽ മതി. സൂര്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സൂര്യൻ ഇവിടെ ഉണ്ട്, എർത്തിന്റെ സർഫസ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ സൂര്യന്റെ പ്രകാശം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും റിഫ്ലക്ട് ആകുന്നുണ്ട് അല്ലെ. ഈ റിഫ്ലക്ട് ആകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകുന്ന റേഡിയേഷൻ ഏതായിരിക്കും? ഓക്കെ, നേരെ സ്ട്രെയിറ്റ് പോയിന്റിലുള്ളതായിരിക്കും അല്ലെ. സ്ട്രെയിറ്റ് പോയിന്റ്, അതായത് ഏറ്റവും എന്താ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലായിരിക്കും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ആവാം. അതായത് ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ മാക്സിമം ഉണ്ടാകുന്ന സ്ഥലം ഈ ഏറ്റവും ഡിസ്റ്റൻസ് കുറഞ്ഞ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള കേസിലായിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുന്ന വെച്ചാൽ മാക്സിമം ഇന്റൻസിറ്റി എത്ര ഉണ്ടാവുന്ന സ്ഥലം. അപ്പോൾ മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടാകുന്ന വെച്ചാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ 90 ഡിഗ്രി ഉണ്ടാകുന്ന ഡയറക്ഷനിലായിരിക്കും മാക്സിമം ഇന്റൻസിറ്റി ഉണ്ടാവുക. ബാക്കി കാര്യങ്ങളൊന്നും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എമിസിവിറ്റി ഉണ്ട്, ട്രാൻസിറ്റിവിറ്റി ഉണ്ട്, റിഫ്ലക്റ്റിവിറ്റി ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ബോഡീന്റെ മുകളിൽ ഒരു ടെമ്പറേച്ചർ, ജസ്റ്റ് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഒരു ബോഡീന്റെ മുകളിൽ ഒരു പർട്ടിക്കുലർ എന്താ പറയുക റേ വന്ന് സണ്ണിൻ്റെ അകത്ത് വന്ന് പതിക്കാതിരിക്കും. ചില പോർഷൻ ഇതിൻ്റെ അകത്തോടെ പാസ് ചെയ്യും, ചില പോർഷൻ ഇത് അബ്സോർബ് ചെയ്യും, ചില പോർഷൻ അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത് അബ്സോർസിവിറ്റി ആൽഫ, അബ്സോർസിവിറ്റി, ഇത് ട്രാൻസിറ്റിവിറ്റി ടോ. ഓക്കെ, ഇത് റോ, റിഫ്ലക്റ്റിവിറ്റി. അപ്പം റിഫ്ലക്ട് ചെയ്യുന്നത് ഉണ്ടാവും റിഫ്ലക്ഷൻ, ഇത് അബ്സോർപ്ഷൻ, ഇത് ട്രാൻസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു ബോഡീന്റെ മുകളിൽ വന്ന് തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒപ്പാക് ബോഡി അല്ലെങ്കിൽ ഗ്ലാസ് പോലത്തെ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ അത് പാസ് ചെയ്തു പോകും, അതിനെ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നു. ചിലത് അബ്സോർബ് ചെയ്യും, ചില മെറ്റീരിയൽ ബ്ലാക്ക് ബോഡി കാരണം കംപ്ലീറ്റ്ലി ഹിറ്റ് ചെയ്യുന്ന സാധനം കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യും, അതിനെ അബ്സോർബിറ്റി എന്ന് പറയുന്നു. പിന്നെ കുറച്ച് സാധനം റിഫ്ലക്ട് ചെയ്തു, നമ്മൾ മിററൊക്കെ പോലെ
വന്ന് ഹിറ്റ് ചെയ്യുന്ന സാധനം തിരിച്ച് വേറെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഷൈനിങ് ഉള്ള സർഫസിലൊക്കെ റിഫ്ലക്ഷൻ സംഭവിക്കും. അതിനെ റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ. ഇനി അസംഷൻ മെയ്ഡ് ഫോർ Fourier's law is that the heat flow ഓക്കെ, Fourier's law എന്താണ്? Q equal to KA delta T by delta X. ഇങ്ങനെ dt by dx എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മുകളിൽ T ഉണ്ടാവണം, താഴെ X ഉണ്ടാവണം, ആ തിക്നെസ് ഉണ്ടാവണം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കണം. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം നോ ചേഞ്ച്, അതിൻ്റെ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലായിരിക്കണം അതിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കണം. ഓക്കെ, അതായത് ടൈമിനനുസരിച്ച് വേരിയേഷൻ സംഭവിക്കാത്ത ഇതിനെ സ്റ്റഡി ഫ്ലോ എന്നൊക്കെ പറയും. ഓക്കെ, ത്രൂ എ സോളിഡ് മീഡിയം ഇൻ 1 dimension. 1 dimensionൽ മാത്രമാണ് നമ്മൾ അധികം പറഞ്ഞിട്ടുള്ളത്. സോളിഡ് മീഡിയത്തിലൂടെ 1 dimensionൽ മാത്രമാണ് പറഞ്ഞത്. 2 dimensionൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, അതാണ് ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞത്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ തിക്നെസ്. ചിലപ്പോൾ ഡെൽറ്റ വൈ ആകും, ചിലപ്പോൾ ഡെൽറ്റ സെഡ് ആകും. പക്ഷേ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ അറ്റ് എ ടൈം പറയുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ ഫോർ അസംഷൻ ഓഫ് Fourier's law. Heat exchangers are used in എവിടേക്കാണ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് യൂസ് ചെയ്യുന്നത്? കണ്ടൻസറിന്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടൻസേഴ്സ്, ബോയിലേഴ്സ്, സ്റ്റീം പവർ. ഹീറ്റ് എക്സ്ചേഞ്ചിന്റെ ഒറ്റ കാര്യമുള്ളൂ, നമ്മളിപ്പം കാണുന്ന എന്തെങ്കിലും ഒരു എന്താ പറയുക ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇവാപ്പറേറ്റർ ഉണ്ടാവും, കണ്ടൻസർ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ കേസിലും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യും. അതായത് ചൂട് തണുപ്പിക്കാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ തണുപ്പ് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം റേഡിയേറ്ററിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ ക്രോസ് ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോയിലർ, സ്റ്റീം പവർ പ്ലാന്റ്, ബോയിലറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് കണ്ടക്ഷൻ ഉണ്ട്, കൺവെക്ഷൻ ഉണ്ട്, റേഡിയേഷനും ഉണ്ട്. ഇത് 3 ഉള്ള ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർകൂളേഴ്സ് ആൻഡ് പ്രീ ഹീറ്റേഴ്സ്. ഇന്റർകൂളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത്, ഗ്യാസ് പവർ പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇന്റർകൂളർ യൂസ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ കംപ്രസേഴ്സ്. അതുപോലെ തന്നെ പ്രീ ഹീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ടർബൈൻസിന്റെ അകത്ത് നിന്ന്, അതായത് ഒരു ടർബൈൻ്റെ എന്നുള്ള ഹീറ്റ് എടുത്തിട്ട് വീണ്ടും എന്താ പറയുക ജനറേറ്ററിനകത്തോടെ കണക്ട് ചെയ്ത് വീണ്ടും ഹീറ്റ് ചെയ്യുന്നതാണ് പ്രീ ഹീറ്റേഴ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, അതായത് ഇൻപുട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടി ചൂട് കൂട്ടാൻ വേണ്ടി. ഓക്കെ, എക്സിറ്റിനകത്ത് തന്നെ ടെമ്പറേച്ചർ എടുത്തിട്ട് അതൊക്കെ നടക്കുന്നൊക്കെ എന്താ പറയുക ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അതുപോലെ തന്നെ കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റേഴ്സിന്റെ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ സിസ്റ്റത്തിന്റെ റെഫ്രിജറേഷനകത്തും എല്ലാത്തിൻ്റെ അകത്തും ഈ കണ്ടൻസർ ഇവാപ്പറേറ്റർ ഒക്കെ നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെയാണ്. ഓക്കെ, അപ്പം ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഇനി വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ തെർമൽ കണ്ടക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതൊരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി, റൂട്ട് ഡെൽറ്റ ടി. അതായത് ടെമ്പറേച്ചറിനെ ഒരു സ്ക്വയർ റൂട്ട് പ്രൊപ്പോർഷണാലിറ്റി, അതിന്റെ കോൺസ്റ്റന്റും കാര്യങ്ങളൊക്കെ വരും. ഈ രീതിയിലാണ് അത് ടെമ്പറേച്ചർ കൂടുന്നത്. ഓക്കെ, അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എയറിനെ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു സ്ക്വയർ റൂട്ട് ടേംസിലാണ് നമ്മുടെ എയറിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻക്രീസ് ചെയ്യാന്ന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്, അത് പുറകെ ഒന്നല്ല കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ റേഷ്യോ ഓഫ് എനർജി അബ്സോർബ്ഡ് ബൈ എ ബോഡി ടു ദ ടോട്ടൽ എനർജി ഫാളിംഗ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് അബ്സോർപ്റ്റീവ് പവർ. ഓക്കെ, അപ്പോൾ എത്രത്തോളം, അതായത് റേഷ്യോ ഓഫ് എനർജി അബ്സോർബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഒരു മെറ്റീരിയൽ ഉണ്ട്, ആ മെറ്റീരിയലിന്റെ മുകളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യാം. ഒരു എന്താ സണ്ണിന്റെ പ്രകാശം വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇൻസിഡന്റ് ചെയ്യുന്നതിനകത്ത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചിലപ്പം ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇതിനെ റിഫ്ലക്ട് ചെയ്തു, റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. പിന്നെ അടുത്തത് വരുന്നത് കുറച്ച് പോർഷൻ ഇങ്ങനെ പാസ് ചെയ്തു, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇതും കഴിഞ്ഞ് ബാലൻസ് വരുന്നത് ഇതിനകത്ത്, അതായത് ഈ ഒരു മെറ്റീരിയലിന്റെ അകത്ത് അവിടെ സ്റ്റോർ ആവും. ഓക്കെ, അതിനെ ആൽഫ അബ്സോർപ്ഷൻ പറഞ്ഞു. ഓക്കെ, അതായത് ഒരു സണ്ണിനകത്ത് വരുന്ന റേ, ആ റേന്റെ അന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് റിഫ്ലക്ട് ചെയ്തു പോകും, ചിലത് അബ്സോർപ്ഷൻ നടക്കും, ചിലത് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചത് എന്താ, ദ റേഷ്യോ ഓഫ് ദ എനർജി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ടു ദ ടോട്ടൽ എനർജി ഫാളിംഗ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൽഫ അബ്സോർപ്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ടോട്ടൽ ആയിട്ട് ഒരു എനർജി വരുന്നുണ്ട് ഈ. ഓക്കെ, അതിൻ്റെ അകത്ത് നിന്ന് എത്രത്തോളം അബ്സോർപ്ഷൻ നടത്തി, എത്രത്തോളം റിഫ്ലക്ഷൻ നടത്തി, എത്രത്തോളം ട്രാൻസ്മിറ്റ് ചെയ്തു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതിന് ഞാൻ പറയുന്ന പേരാണ് അബ്സോർപ്റ്റീവ് പവർ. എത്രത്തോളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെയാണ് അബ്സോർപ്റ്റീവ് പവർ. ഓക്കെ, ഇനി കുറച്ച് ജനറൽ നോളജ് ആണ്. ദ ലിക്വിഡ് മെറ്റൽ ഹാവിംഗ് ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു
കെ സോളിഡ് ഗ്രേറ്റർ ദാൻ കെ ലിക്വിഡ് ഗ്രേറ്റർ ദാൻ കെ ഗ്യാസ്. അതായത് thermal conductivity of solid is greater than thermal conductivity of liquid is greater than thermal conductivity of gas. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലിക്വിഡ് മെറ്റൽ ആണ് നമ്മൾ എടുക്കുന്നത്. ലിക്വിഡ് മെറ്റൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലേതിനാണ് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലെന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുന്നത് സോഡിയം Na. ഓക്കെ, സോഡിയം ആണ് ഇതിൻ്റെ അകത്ത് ലിക്വിഡ് കണ്ടക്ടിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ. ബാക്കിയുള്ളത് ലെഡ്, മെർക്കുറി, പൊട്ടാസ്യം ഇതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സോഡിയത്തിനാണ് തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത്. അതൊരു ജനറൽ നോളജ് ക്വസ്റ്റൻ ആണ്, റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ മിനിമം തെർമൽ ഡിഫ്യൂസിബിലിറ്റി ഏറ്റവും കുറവുള്ളത് ഏതിനാണെന്ന് വെച്ചാൽ റബ്ബറിനാണ്. ഓക്കെ, റബ്ബറിനാണ് ഏറ്റവും കൂടുതൽ ഡിഫ്യൂസിബിലിറ്റി കുറവുള്ളത്. ഡിഫ്യൂസിബിലിറ്റി ആണ് എത്രത്തോളം അതിനകത്ത് ഡിഫ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബോഡിൻ്റെ അകത്ത് എത്രത്തോളം എനർജി എമിറ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റാണ് ഡിഫ്യൂസീവ് ബോഡി എന്ന് പറയുന്നത്. അതായത് ഒരു സർഫസ് എടുത്തു, ഈ ഒരു പോയിന്റിൻ്റെ അന്ന് എത്രത്തോളം എനർജി ഡയറക്ഷനിൽ എല്ലാ ഡയറക്ഷനിലും എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ ഡയറക്ഷനിൽ നോക്കുന്ന സമയത്ത് എത്രത്തോളം എമിറ്റ് ചെയ്യുന്നുണ്ട്, അതിനാണ് ഡിഫ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫ്യൂസിബിലിറ്റി എന്ന്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറവുള്ള ഡിഫ്യൂസിബിലിറ്റി ഉള്ളത് റബ്ബറിനാണ്. ഓക്കെ, ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ മെറ്റലാണ്, ലെഡ്, അയൺ ആണ്. അപ്പം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ സെർച്ച് ചെയ്യുക. അതായത് മെറ്റൽസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെറ്റൽസിനൊക്കെ ഡിഫ്യൂസിബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. നേരെ മറിച്ച് റബ്ബർ എന്ന് പറഞ്ഞാൽ വേറൊരു മെറ്റീരിയലാണ്. ഓക്കെ, ഒരു പോളിമറാണ്. അപ്പോൾ പോളിമറിനകത്ത് ആ ഒരു തെർമൽ ഡിഫ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ കുറവായിരിക്കും. അത് കുറച്ചുകൂടി അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതലുള്ള ടൈപ്പ് ആയിരിക്കും റബ്ബർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.